പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ജനുവരി 13 ചൊവ്വാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഉന്നതമായ മേഖലകളിലൊക്കെ വരുന്ന ഏറ്റവും പൈശാചികമായ നിലപാടാണ് ഈ ഡിപ്ലോമാറ്റിക് സൈലൻസ് എന്ന് പറയും. നയതന്ത്രപരമായ നിശബ്ദത എന്ന് പറയും. വെച്ചാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ മറ്റവരുടെ മുമ്പിൽ നമ്മുടെ നേരെ കൈ ചൂണ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ തെറ്റാണെന്ന് പറയണില്ല, ശരിയാണെന്ന് പറയുന്നില്ല, നമ്മൾ നിശബ്ദത പാലിക്കുന്നു. അങ്ങനെ നിശബ്ദത പാലിക്കാൻ വചനത്തിൽ പ്രൊവിഷനില്ല. നിങ്ങളുടെ ഉത്തരം ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ അവിടെ ഡിപ്ലോമാറ്റിക് സൈലൻസിന് ഇല്ല, പ്രൊവിഷൻ ഇല്ല. മത്തായി 5:37 നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പോൾ ഈ ഡിപ്ലോമാറ്റിക് സൈലൻസുകാരപ്പം ശ്രദ്ധിക്കണം. അത് ദൈവത്തിൽ നിന്നല്ല ഡിപ്ലോമാറ്റിക് സൈലൻസ് വരണത്, ദുഷ്ടനിൽ നിന്നാണ്. എൻ്റെ മക്കൾ, ഞാനെന്ത് ഇങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഇത് ഉട്ടോപ്യനാണെന്ന് നിങ്ങൾക്കറിയാം. എന്നുവെച്ചാൽ ഉട്ടോപ്യൻ വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മികതയുടെ നിലം തൊടാത്ത സ്ഥലത്ത് മാത്രമേ ഇത് പാലിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. കാര്യം ഉടമ്പടിയുടെ ഓരോ പടികൾ ചെല്ലുന്തോറും മനുഷ്യന്മാർ ദൈവമായിട്ടുള്ള റിലേഷൻസ് വളരെ കലർപ്പില്ലാത്ത റിലേഷൻസൊക്കെ വരുന്നു. നിങ്ങൾക്ക് താഴെക്കിടെയുള്ള എല്ലാവർക്കും, ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഇതിലേക്ക് വരാൻ നമുക്ക് വേറെ നമുക്ക് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വാതിലേ ഉള്ളൂ. അതാണ് വിഷയം. പുറകോട്ട് പോകാനാണെങ്കിൽ പല വാതിലുണ്ട്. ദൈവത്തിൽ നിന്ന് നമുക്ക് അകന്നു പോകാനാണെങ്കിൽ ഒരു 9 വാതിൽ വരും. ദൈവത്തെങ്കിലേക്ക് പോകാനാണെങ്കിൽ ഒരു വാതിലേ ഉള്ളൂ. അത് കർത്താവ് പറഞ്ഞത് അത് ഇടുങ്ങിയത് കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഞെരുക്കം സ്വാഭാവികമായിട്ട് നമ്മൾ അനുഭവിക്കാതെ സത്യത്തിലേക്ക് കൂടി ജീവിക്കാൻ പാടായിരിക്കും. പക്ഷേ ഇത് അത്രയ്ക്ക് പാടില്ലെന്ന് ഈശോ പറഞ്ഞത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ പോയ വഴികളേക്കാൾ മോശമായ വഴികളിലൂടെ നിങ്ങൾ പോകും. കർത്താവ് പോയ വഴികളേക്കാൾ മോശമായ വഴികളിലൂടെയാണ് സ്റ്റീഫനൊക്കെ പോയത്. എസ്തപ്പാനോസില്ലേ, അയാളെ പച്ചക്ക് പിടിച്ച് കലറുകയല്ല ഞാൻ. അയാളാണെങ്കിൽ കർത്താവുമായിട്ട് ശിഷ്യന്മാരെ പോലെ അത്രയ്ക്ക് നടന്ന് പരിചയമുള്ള ആളല്ല. പക്ഷേ ഔട്ട്പുട്ട് ഭയങ്കരമാണ്. അപ്പോസ്തലന്മാരെക്കാൾ പിടിച്ചപ്പോൾ അപ്പോസ്തലന്മാർ ഓടിക്കളഞ്ഞില്ലേ, പക്ഷെ സ്റ്റീഫൻ ഓടിയില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റീഫൻ്റെ കല്ലറയിൽ പോയി കണ്ണീരിട്ട് ശരിക്കും റോമിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ. സ്റ്റീഫൻ ഓടാത്തൊരു ആളാണ്, അയാൾ ഡീക്കനാണ്. എല്ലാവരും ഓടിക്കളഞ്ഞപ്പോഴും ഓടാത്തൊരു സ്റ്റീഫൻ ഉണ്ടല്ലോ. അപ്പോസ്തലന്മാർക്ക് ശേഷവും സഭ നിലനിൽക്കുമെന്നുള്ളത് നമ്മളോട് പഠിപ്പിക്കണത് അപ്പോസ്തലന്മാരല്ല, സ്റ്റീഫൻ. സഭയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നിങ്ങൾ എൻ്റെ മക്കൾ അഭിമാനം കൊള്ളാമെന്ന് പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്. കാര്യം പൗലോസാണല്ലോ സ്റ്റീഫൻ്റെ സ്പോൺസർ. സ്റ്റീഫൻ്റെ ഈ നിലപാട് കണ്ടത് സൗളല്ലേ. അയാൾ സ്റ്റീഫനെ കണ്ടിച്ചാണ് പറയണത് നമ്മുടെ മതത്തിൻ്റെ രഹസ്യങ്ങൾ മനോഹരമാണ്. അത് സ്റ്റീഫനാണല്ലോ എൻ്റെ മതത്തിൻ്റെ രഹസ്യം. തിമോത്തി 3:16 നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എങ്ങനെ പ്രഖ്യാപിച്ചതാണത്? സ്റ്റീഫനെ കണ്ടിട്ട് പ്രഖ്യാപിച്ചതാണ്. സ്റ്റീഫനെ കണ്ടല്ലേ ഇങ്ങനെ മറിയണത്. ശരിക്കും ഒരു പക്കാ കൊലപാതകി മറിഞ്ഞ് സാവൂള് സെൻറ്റ് പോളായിട്ട് മാറുന്ന ഒരു കറക്കമുണ്ട്. ആ സ്റ്റീഫൻ കറക്കി കളഞ്ഞ മനുഷ്യനെ. അതാണ് സ്റ്റീഫൻ്റെ മതമാണ് ഇയാളുടെ മനസ്സിലിരിക്കുന്ന മതം. He has not never seen Jesus.
ഒരിക്കലും ജീസസിനെ കണ്ടിട്ടില്ല. ജീസസിനെ സ്റ്റീഫനെ കണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചെറിയൊരു പാരമ്പര്യം അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ സുവിശേഷ ജീവിതം, 10,000ങ്ങളുടെ സുവിശേഷ ജീവിതം കണ്ട ഒരു മനുഷ്യനാണ്. ഈ മനോഹരമാണ് മതത്തിൻ്റെ രഹസ്യമെന്ന് പൗലോസിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പ്രേരണയായത്. എപ്പോഴും ഓർക്കണം, ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ കഴിഞ്ഞതിലെ ദൈവത്തോട് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്.